ഹലോ മക്കൾസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ചങ്ങായിമാരെ, ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ ദ ബേബി ഇൻ യെല്ലോ ആണ് കളിക്കാൻ പോകുന്നത് ഗൈസ്. അതിലെ ആക്ട് 3 ആണ് ഗൈസ്. അപ്പോൾ 1ഉം 2ഉം കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, പോയി കണ്ട് ലൈക്ക് ഷെയർ സബ്ബൊക്കെ ചെയ്ത് അടിച്ച് പൊളിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങിയാലോ. കമോൺ ഗൈസ്, ആക്ട് 3 ഓക്കെ ഗൈസ്. എന്തൊരു കോളൊക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ ഗൈസ്, എന്നത്തെ പോലെ നമ്മൾ ലിഫ്റ്റിലാണല്ലോ. ലിഫ്റ്റിൽ എന്തൊക്കെയോ പറയണ്ടല്ലോ. എടാ ആ ചെറുത് കരിയുന്ന ഒച്ച. വാട്ട് ആർ യു ഡൂയിങ് ഔട്ട് ഫോർ ബെഡോ? ഇവൻ ആള് സീനാ. നമ്മള് ഇതിന് മുന്നത്തെ എപ്പിസോഡിലൊക്കെ അവനെ കൊണ്ട് കട്ടുമ്പോൾ കത്തിയാൽ ഇവൻ വീണ്ടും എൻ്റെ അടുത്ത് അപ്പാർട്ട്മെൻറ്റ് 10 അല്ല കൈസ് നമ്മളത്. ഇതന്നെ വീണ്ടും. എടാ കറുത്ത പൂച്ചയൊക്കെ വന്നില്ല. അന്തരീക്ഷം മൊത്തം മാറി. സീനാവലായി. എടാ നമ്മൾ അവനെ ബെഡുമ്പോൾ കടത്തിയാൽ പിന്നെ ഉണ്ടാവും ചെറുക്കൻ്റെ ഇവിടെ. ഗൈസ് നമ്മളോട് എന്താ പറഞ്ഞാൽ, ഫോളോ ദ ബ്ലാക്ക് കാറ്റ് ഗൈസ്. ഗൈസ് അന്തരീക്ഷം മൊത്തം നീലയിലായി മൂടി. അതന്നെ. ഓക്കെ, ചെറുക്കൻ്റെ റൂമിലേക്ക് പോകാക. ഇത് ലോക്ക്ഡ് ആണല്ലോ, പിന്നെ ഏതിലേക്ക് പോകാനാ പറഞ്ഞേ? ഗൈസ് ഈ റൂമിൽ ഏണി വന്നാ ഗൈസ്. ഇതിന് മുകളിലേക്ക് പോകണം ഗൈസ്. ഇതുവരെ നമ്മൾ ഇതിന് മുകളിലേക്ക് പോയിട്ടാ, അത് വേറെ കാര്യം. കമോൺ ഫോളോ ദ ബ്ലാക്ക് കാറ്റ്. കാറ്റ് ഡേവിഡ് ഉണ്ട്. കമോൺ ഗൈസ്. എടാ ഇവിടെ വരുമ്പോൾ ഇവൻ അവരെ പോയി ഗൈസ്. ഇതെന്തോ ഒരു പോർട്ടലാണ് ഗൈസ്. പോർട്ടൽ അടുത്ത ഒരു സ്ഥലത്തേക്ക് പോകാൻ നമ്മളും വലിച്ചുകൊണ്ട് പോകുന്നതാ ഗൈസ്. നമ്മൾ പോകേണ്ട വരുമായിരിക്കും മിക്കവാറും. എടാ ആ ചെറുത് കുട്ടി പിശാച്. ഓക്കെ, ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യണ്ടേ? ഫോളോ ദ ബ്ലാക്ക് കാറ്റോ. ഓക്കെ, ഫോളോ ചെയ്യാലോ. കമോൺ. എന്താടാ നമ്മൾ പൂച്ചയായിട്ടാണ് നടക്കണേ? ഇതെന്താ ഇങ്ങനെ? എണീച്ചിട്ടാണ് ഉള്ളത്. പക്ഷെ ഒരു ചെറിയ മനുഷ്യൻ നടക്കാറില്ല ഗൈസ്. നമ്മളതിന് കുഞ്ഞു വല്ലതായാ. എടാ ഇവിടെ എത്തുമ്പോൾ ഈ തെണ്ടി അവിടെ വേറെ എവിടെയോ പോയി ഗൈസ്. നമ്മൾ തിരിച്ചു പോകണം. അല്ല പോണ്ട. അയ്യോ അടിച്ചു പോയാ? ഇല്ല. ഓക്കെ ഗൈസ്, ഇല്ല അടിച്ചു പോയിട്ടാ ഗൈസ്. നമുക്കില്ലേ ഇതുപോലെ ഇതിപ്പോൾ ഫസ്റ്റത്തെ ക്യൂരിയോസിറ്റി ഇതുപോലെ ഒരു ഘട്ടമായിട്ടാണ് തരലെന്ന് തോന്നുന്നു ഗൈസ്. എന്നത്തെ പോലെ നമുക്ക് ഫസ്റ്റ് അങ്ങനത്തെ എന്തെങ്കിലും അല്ലേ ഉണ്ടായി. ഫസ്റ്റ് ഒന്ന് ചെയ്തതിന് ശേഷം അടുത്ത് അങ്ങനെ. അപ്പോൾ ആദ്യം ക്യൂരിയോസിറ്റി ഗൈസ്. ക്യുക്ക് ആസ് യു ക്യാൻ ഫോളോ മീ ത്രൂ ദ പോർട്ടൽ, ഡോണ്ട് ലെറ്റ് ഹിം സീ. ഓക്കെ ഗൈസ്, എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊന്ന് മനസ്സിലായിട്ട് അത് വേറെ കാര്യം. ഓക്കെ ഗൈസ്, നമ്മൾ കറുത്ത പൂച്ചേൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിന്നോട്ടാ, ഇല്ലെങ്കിൽ അടി തരും ഞാൻ. നിൻ്റെ അടുത്ത് എത്തുമ്പോഴൊക്കെ നീ ഓടി പോയി ഗൈസ്. വീണ്ടും പോയി. അവൻ എവിടത്തേക്കോ പോയി ഗൈസ്. പിന്നെ അതേ കിടക്കണ്. ഇത് പൂച്ചയല്ല ഗൈസ്. ഫോളോ ദ ബ്ലാക്ക് കാറ്റ്. ഓക്കെ ഗൈസ്, പൂച്ചയുടെ അടുത്ത് പോകാം. നമുക്ക് പൂച്ചയുടെ അടുത്തേക്ക് പോകാൻ നമ്മളോട് പറഞ്ഞേക്കണ്. ഓക്കെ, കുറച്ച് ഇതെന്താടാ പോവാത്ത ഗൈസ്? അവൻ്റെ അടുത്ത് ഞാൻ എന്തോ പിടിച്ച് നോക്കിയപ്പോൾ ഫുൾ വെളുത്തല്ല ഗൈസ്. എന്തോ പിടിച്ച് നോക്കിയപ്പോൾ അറിയാണ്ട് വെളുത്ത് ഗൈസ്. ഇവിടെ എന്താ ചെയ്യണ്ടേ? ബുക്ക് ഗോസ് ഹിയർ. ഇത് ബുക്കല്ലേ? ഈ ബുക്ക് ഇവിടെ വെക്കാനാണ് പറയുന്നത്. ഓക്കെ, റിമൂവ് ബുക്കോ? പ്ലേസ് ദ ബുക്ക് ഇൻ ദ റൈറ്റ് പ്ലേസ്. ഇവിടെ അല്ലേ നമ്മൾ വെക്കണ്ടു? ഇവിടൊക്കെ വെക്കണം. ഈ ഗ്യാപ്പ് കാണുന്നിടത്തൊക്കെ വെക്കണം. ഇതെന്തോ ഒരു പാറ്റേൺ ആണ് ഗൈസ്. ഇതെല്ലായിടത്തും ഒരേ ചിഹ്നം. ഇത് മാത്രമേ മാറ്റുള്ളൂ. 1 കുത്ത്, 2 കുത്ത്, 3 കുത്ത്, 4, 5, 6, വീണ്ടും 1, അപ്പോൾ 2. അപ്പോൾ 2 കുത്തില്ലത് നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ 4 കുത്തില്ലുണ്ട് ഗൈസ്. പിന്നെ എവിടെയാണ് ഇവിടെ 3 കുത്തുള്ളത്. അയ്യോ, ഇവിടെ 3 കുത്തുള്ളതും പിന്നെ ഇവിടെ 2 കുത്തില്ല കിട്ടി ഗൈസ്. 2 കുത്തുള്ള കുത്ത് കിട്ടി. ബുക്ക് കിട്ടി. ഓക്കെ കമോൺ. ഇതിവിടെ വെച്ച് നോക്കാം, ശരിയാവും എന്തോ. ഇതിട്ടപ്പോൾ എന്തോ ഒരു ലോക്കിൻ്റെ ചിഹ്നം അല്ല, ലോക്കിൻ്റെ ശബ്ദം കേട്ട്. പിന്നെ ഇതുകൊണ്ടാ ഇവിടെ പ്ലേസ് ദ മിസ്സിങ് ബുക്ക് 1. ഓക്കെ, 1 കറക്റ്റായി. ഇനി ഇതെന്താണ് ഇങ്ങനെ പോണേ? ഓക്കെ, ഇനി 1, 2, 3, 4, 5 ഇതല്ലേ? 5 അവിടെ വെക്ക്. 2 ഓക്കെ, ഇനി 1, 2, 3 അങ്ങ് അവിടെ കണ്ടിന്യൂസ്. അപ്പോൾ ഈ 4 വെറുതെ നമ്മളെ കൺഫ്യൂഷനാക്കാൻ ഇവിടെ വെച്ചതാണല്ലേ? ഓക്കെ ഗൈസ്, 4 അല്ല 4 3 ഇവിടെ വെച്ചോക്കിട്ട് ഗൈസ്. ഓപ്പൺ ആവോ ഇല്ലയോ അറിയില്ലല്ലോ. ഓക്കെ ഗൈസ്, വെച്ചിട്ടുണ്ട്. ഓപ്പൺ ആയി ഗൈസ്. അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു വഴി, പാസ്സായി. ഓക്കെ, ഇത് ലോക്ക്ഡാണല്ലോ. ഇതെന്താടാ? ഫർണസ്, ടേൺ, വാൾവ്. ഇവിടെ ഇപ്പോൾ പ്രഷർ കുറവാണല്ലോ. പിന്നെ ഇതെന്താന്ന്? ഇത് വെൽഡഡ് ഷർട്ട്. ടേക്ക് കോള് കത്തിക്കണ. കത്തിച്ചപ്പോൾ
ഓ ഇവിടെ പ്രഷർ, ഈ പ്രഷർ നമ്മൾ ഫുള്ളാക്കണം തോന്നുന്നു ഗൈസ് കത്തിച്ചിട്ട്. എന്നിട്ട് ആ വാൾവ് തുറന്നോക്കാം എന്താ സംഭവിക്കാൻ നോക്കാമല്ലോ. ഓക്കെ 1 2 ഇട്ട് ഗൈസ്. ഓക്കെ നെക്സ്റ്റ് ഓക്കെ 4 3 അത്ര ഇട്ട് ഗൈസ്. ഓ ഇത് ലാസ്റ്റ് ഇത്ര മതി തോന്നുന്നു. എന്നിട്ട് ഈ പൈപ്പ് തുറന്നേ ഗൈസ്. എന്താ പറയുക ഗൈസ്, ഇതിന് അണ്ടർഗ്രൗണ്ടിലേക്ക് ഒരു പാസേജ് വഴി ആയിട്ടുണ്ട് ഗൈസ്. എക്സ്പ്ലോർ ദ ബയോ. ഏത് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് വരുന്നുണ്ട് നമ്മൾ? ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് ഗൈസ്. ഇത് തുറക്കണം. ഇല്ല തുറക്കാനില്ല ഗൈസ്. നെക്സ്റ്റ് അയ്യോ എന്തുവാണ് പേടിപ്പിക്കണേ. അറ്റാക്ക് വരുമല്ല. ഒന്നാമത് പനിയും ചുമയല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി വന്ന് തീർന്നു ഗൈസ്. പനി ഇതുവരെ മാറിയിട്ടില്ല കേട്ടാ. ഇത് തുറന്നിട്ടുണ്ട് ഗൈസ്. ഇതിലേ പോണം. കൊല്ലങ്ങളായി പൂട്ടിയ കിടക്കണ സ്ഥലം തോന്നുന്നു ഗൈസ്. തുറക്കുമ്പോൾ കണ്ട ഫുള്ള് പൊടിയും മണ്ണൊക്കെയാണ് വരണേ. എന്താ ഇവിടെ ഇനി ചെയ്യാ? ഓക്കെ ഇവിടെ എടാ അതെന്താടാ അടിക്കണ ശബ്ദം? എടാ ഈ വാതിൽ പൂട്ടിയും തുറക്കുകയും ചെയ്യുന്നു. എടാ BGM ഒക്കെ മാറണുണ്ട്. തുറക്ക്. എടാ ഇവിടെ നിന്ന് ആരും ഇല്ല. ഇവിടെ ഒരു പൂച്ച. കറുത്ത പൂച്ച. എന്താടാ സാധനം ഗൈസ്? എന്തോ ഒരു റോബോട്ട് കണക്കത്തെ. ഇവിടെ റിക്വയർഡ് ബാറ്ററി, ഇൻസേർട്ട് ന്യൂ ബാറ്ററി. പുതിയ ബാറ്ററി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. എടാ ഇനി ബാറ്ററി നമ്മൾ എവിടുന്ന കണ്ടുപിടിക്കുക? ഇതാടാ മറ്റേ ചെകുത്താൻ കുഞ്ഞ്. പൂവിൽ നിന്ന് പാലിലേക്ക് പാൽ ഇവന് കൊടുത്തപ്പം അമ്മ എനിക്കൊന്നും തിന്നിട്ടാ. ഇതല്ലേ ആ പൂവ്. ഇറ്റ്സ് ലുക്ക് ഡെഡ്. ഈ ചത്ത പൂവാ ഗൈസ്. അവിടെ നമ്മൾ ബാറ്ററി നോക്കില്ലല്ലോ. അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് ബാറ്ററി വല്ലതും? ഇല്ല ഗൈസ്, എടുക്കാൻ കഴിയുന്നൊന്നുമില്ല ഇവിടെ. ഇത് ലോക്കഡ്. പിന്നെ ഇത് ലോക്കഡ്. ഇത് തുറന്നിന്. ഇത് നമ്മൾ വന്ന വഴിയല്ലേ. ഇവിടെ ബാറ്ററി ഒന്നും കണ്ടില്ലല്ലോ ഗൈസ്. ഇല്ല. ഇത് ലോക്കഡ്. ഇവിടെ ഒരു ലിവർ ഉണ്ടല്ലോ. തുറന്ന് ഗൈസ്, തുറന്നു. ഇത് മറ്റേ സ്ഥലമല്ലേ ഗൈസ് നമ്മളിട്ട് പൊട്ടിച്ചേ. ഇതെന്താ? ഗെറ്റ് ഇങ്ക് സർട്ട്. ഇതല്ലേ ബാറ്ററി കിട്ടി. ഇതെന്താടാ? ഇങ്ക് കാർട്ടിഡ്ജോ? അതെന്ത് സാധന ഗൈസ്? ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് കൊടുത്താൽ ചിലപ്പോൾ ഓണാവോ നോക്കാമല്ലോ ഗൈസ്. കമോൺ കൊടുക്ക്. ഓക്കെ ഗൈസ്. ടേക്ക് ദ റോബോട്ട് അപ്സ്റ്റെയർസ് ഫോർ റിപ്പയർ. എടുക്കവനെ. കമോൺ ഇവനെ കൊണ്ട് ഇനി റിപ്പയർ ചെയ്യണം ഗൈസ് അപ്സ്റ്റെയർ. അപ്പം നമുക്ക് ഇനി ഇതിലേ പോവാം ഗൈസ്. ഇതിലേ ഒഴിച്ചിട്ട് അടഞ്ഞിട്ടാ. അവിടെ കല്ലും മണ്ണൊക്കെ വീണ് അടഞ്ഞവിടെ. ഓക്കെ ഗൈസ്. റിപ്പയർ ദ റോബോട്ട്. പ്ലഗിറ്റാ. എവിടെ പ്ലഗ് ചെയ്യാൻ? ഇവനെ ചാർജിലിടണാ ഗൈസ്. ഇവനെ പ്ലഗ്. ഇത് പ്ലഗ്. ഡോക്ക് റോബോട്ട്. ഇവനെ ഇവിടെ കുത്തിക്കയറ്റാനാണ് പറഞ്ഞേ. എടാ ഓക്കെ ഗൈസ്. അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ന്യൂട്ട് ഗൈസ്. ഇവൻ്റെ പേരാണ് ന്യൂട്ട്. ലോഡിങ്. ടാപ്പ് ചെയ്ത്. ഇവനെ ചാർജ് ചെയ്യാൻ തോന്നുന്നു ഗൈസ് നമ്മൾ. ഓക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് 1 2 1 2 1 2. ഓക്കെ ഗൈസ് ചാർജ് ചെയ്ത്. ഇല്ലാതെ ഒന്നും കൂടി ഉണ്ട്. 1 2 3. ഇത് കുറേ ഉണ്ടല്ലോ. 1 2 3 1. നമ്മൾ ഓരോരോ ടാപ്പ് ചെയ്യുമ്പോൾ ഇവൻ അവിടെ നിന്ന് ശബ്ദമാക്കുന്നുണ്ട് കേട്ടാ. 2. അയ്യോ പോയി അടിച്ചു. ഇല്ല ഞായച്ച ഫുള്ള് ആദ്യം മുതൽ തുടങ്ങണം. ഓക്കെ ഗൈസ്. ടെൻഷൻ ഒരു വട്ടം പോയാൽ പിന്നെ ഞാൻ ടെൻഷനാവും ഗൈസ്. 2. ഓക്കെ ഗൈസ്. ചാർജഡ്. ലോഡിങ്. സെറ്റായി. ഓക്കെ ഗൈസ്. ന്യൂട്ട് സെറ്റായി. ഇവൻ്റെ പേര് തന്നെയല്ലേ ന്യൂട്ട്? ഇവൻ്റെ പേര് തന്നെ ഗൈസ് ന്യൂട്ട്. താറ്റ. എന്താ വേണ്ടേ? എടുക്കണം. ആകെ കൊല്ലങ്ങൾ കുറയാന്ന് തോന്നുന്നു ഗൈസ് ഇവനെ പൂട്ടിയിട്ട്. റിക്വയർഡ് ഇങ്ക് സർട്ടിഫിക്കറ്റ്. ഇങ്ക് ഞാൻ അവിടെ ബാറ്ററി ഇപ്പുറം കണ്ടിന് ഗൈസ്. എനിക്ക് ഓർമ്മയുണ്ട്. ഇത് ഞാൻ 2 വട്ടമായി വായിക്കാൻ നോക്കുന്നത്. സർട്ടിക്കേജാ അങ്ങനത്തെ ഗൈസ്. അയ്യോ കേടാ കുട്ടി പിശാച്ച് വന്നെന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ എന്തോ അടിച്ച് പൊളിക്കണ ശബ്ദം കേട്ടി ഞാൻ. കൊടുക്ക് ഗൈസ്. കൊടുത്തപ്പോൾ ഫുൾ ഹാപ്പി ആയി ഗൈസ്. ലവ് ചിന്ന. ലവ് യു ടു. ഓക്കെ ഫൈൻഡ് ഇങ്ക് ഫോർ ന്യൂട്ട്. ഇങ്കല്ലേ ഞാൻ കണ്ടുപിടിച്ചത്. അയ്യോ അടിച്ചുപോയി. ഷോർട്ട് കട്ട് അല്ല സോറി.
എന്തോ പറയണ്ടല്ല. അങ്ങനെ അതെന്തുവാന്ന് ഷോർട്ട് സർക്യൂട്ട് ഗൈസ്. ഇവൻ അടിച്ചു പോയി. അറ്റാച്ച് എ ന്യൂ ബൂസ്റ്ററോ. ഇനി ഇവന് ഞാൻ ബൂസ്റ്റർ നീ അവിടെ കിടക്കേ, ഞാൻ ബൂസ്റ്റർ തപ്പട്ടെ. ഇവിടെ എവിടെ ബൂസ്റ്ററൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇതെന്താ പ്ലേ റെക്കോർഡ് September 14th ലോഗ് 821 ഗൈസ്. പിന്നെ നെറ്റ് ഇതും നെട്ടുമ്പോൾ തന്നെ ഇവിടെ ഒന്നുമില്ല. ഇതെന്താ റീൽ കേബിള്. പിന്നെ ഇങ്ങോട്ട് ഇവിടെ സോക്കറ്റ്. അവനെ അറ്റാച്ച് ചെയ്യാൻ വേറെ ഒന്നും കൂടി ഉണ്ട് ഗൈസ്. ഇത് ചെയ്ത് നോക്കട്ടെ. ഇത് ചെയ്താൽ ഇനി ആ വാതിൽ തുറക്കാൻ നോക്കാമല്ലോ നമുക്ക്. ഇൻസർട്ടേ ഇങ്ങോട്ട് തുറന്നിടാ, ഇങ്ങോട്ട് തുറന്ന് ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ഇനി ബൂസ്റ്റർ ഉണ്ടാ? ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയുമല്ലോ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഒരു ടാപ്പ് റെക്കോർഡ് ഉണ്ട് ഗൈസ്. ഇതെന്താടാ പിക്കപ്പ് ബ്രോക്കൺ ഡോക്ടറോ? അത് ഡോക്ടർ ഗൈസ് മറ്റേ ചെറുത്. എൻ്റെ പൊന്നെ അതിനാണ് സഹിക്കാനില്ല. ഇനി ഓക്കെ. ഇവിടെ ഹാമർ ഉണ്ട് ഗൈസ്. പിന്നെ റീൽ ഓഫ് കേബിൾ ഉണ്ട്. ഇങ്ങോട്ട് പോയേക്കാം. ഇത് ലോക്കിടാന്ന്. പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയും ഗൈസ്. ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇവിടെ എന്താ ഉള്ളത്? ഇതെന്താ ഷൂവോ? ഇതൊക്കെ അലാബുദ്ദീൻ്റെ അത്ഭുതം കിടക്കുക. എടാ അത് എന്തോ ഉണ്ടായിരുന്നല്ല. ഇട്ടായിട്ടെ ഗൈസ്. ഡോറ് സ്റ്റോപ്പിടോ? ഡോർ സ്റ്റോപ്പിങ്. ഏത് ഡോറാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണ്ടേ? തൽക്കാലത്തേക്ക് അവിടെ കിടക്ക്. എടാ വേറെ ഇനി എന്താ ഉള്ളത്? ഓക്കെ ഗൈസ് വേറെ ഇതിനകത്ത് അടിയിലേക്ക് വേറെ സ്ഥലമുണ്ട് ഗൈസ്. നോക്കാപ്പാ. കമൺ. ഓക്കെ തുറക്ക്. വേറെ വഴിയൊന്നുമില്ലല്ലോ. ഇതെന്താ ബൂസ്റ്റർ കിട്ടിയിടാ. എനിക്ക് ബൂസ്റ്റർ കിട്ടി. കമൺ എന്നാ ബൂസ്റ്റർ എന്നാ ബൂസ്റ്റർ. കാണ്ട് ബി അറ്റാച്ച് ബൈ ഹാൻഡ്. അത്ര എനിക്ക് വേണ്ടാത്ത. എനിക്ക് വേണ്ടിയിട്ടാണ് അപ്പുറത്ത് നിർത്തിയിട്ട് വന്നേ. എടാ വേണ്ടേ? വാണ്ടേന്ന് അവിടെ കിടക്ക്. എടാ ഇനി വേറെ എന്താ ഇവിടെ ഈ ഡോർ ഓപ്പൺ ചെയ്യാനുണ്ട് ഗൈസ്. ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ അവനെ ഇവിടെ കടത്തണം. നോക്കട്ടെ ഗൈസ്. ആ ബൂസ്റ്റർ അനക്കൊന്ന് ഇവിടെ വന്നിട്ട് വെക്കേണ്ടിയാന്ന്. ഒരു മിനിറ്റ് നോക്കട്ടെ ഗൈസ്. ഈ ബൂസ്റ്റർ ഇവിടെ വെക്കുന്നതാണെങ്കിൽ ഓക്കെയാണ്. അതെ ഗൈസ്. ഈ ബൂസ്റ്റർ ഇവിടെ വെച്ചിട്ടില്ലേ, ആ ന്യൂട്ടിനെ നമ്മൾ ഇവിടെ പ്ലഗ് ഇൻ ചെയ്യും. എന്നിട്ട് ഇത് പിടിച്ച് നിൽക്കുമ്പം അതാണ്. ഇത് പിടിച്ച് നിൽക്കുമ്പം ഇത് അറ്റാച്ച് ചെയ്യും. അതിന് അറ്റാച്ച് ആവും ഗൈസ്. കമോൺ ന്യൂട്ടൺ എടുക്ക്. വാ മോനെ വാ പോലെ. ഈ ഡോർ അടഞ്ഞിടാ. അപ്പം ഇവനെ ഞാൻ ഇങ്ങനെ അപ്പുറം കൊണ്ടേക്കല്. ഇവിടെ കിടക്ക്. എടാ അപ്പം അവിടെ എന്ത് ചെയ്യണ്ടേ? ഈ ഡോറ് ഒരു മിനിറ്റ്. ഡോറ് ഇവിടെ ഞാൻ ഒരു സാധനം ഇട്ടിട്ട് ഡോർ സ്റ്റോപ്പ്. ഇനി ഇത് ഇവിടെ വല്ലത് കുത്തിക്കയറ്റാനാണ്. നോക്കട്ടെ. ഇനി എടുക്കാം. ഓക്കെ ഗൈസ്. എടാ ഇത് അതിനായിരുന്നു. ഞാൻ ആവറേജ് വേറെ എന്തിൻ്റെ ആവശ്യത്തിനാണ് ഗൈസ്. ഇവിടെ പ്ലഗ് ഇൻ ചെയ്യും. എന്നിട്ട് ലിവർ വലിക്കേ. ഓക്കെ. എടാ അവനിപ്പോൾ പറക്കാട്ടാ ഗൈസ്. ന്യൂട്ടിന് പറക്കേണ്ട ശക്തി വന്നു ഗൈസ്. ന്യൂട്ടിന് നമുക്ക് പോവാല. എടാ ഇത്രയും നേരം ഞാൻ എനിക്ക് കഷ്ടപ്പെട്ടല്ല സെറ്റാക്കി തന്നിട്ട് നീ നാട് വിട്ടാ. വേർ ഹീ ഡിഡ് യു ഗോ? അതെ ഇവൻ എവിടെയാ പോയേ ഗൈസ്? നമുക്ക് തപ്പണം ഗൈസ്. കമോൺ. അയ്യോ ഫുൾ ഭൂമി വിളിക്കുക. എർത്ത് വെക്കി. ശരി. എടാ അവൻ എവിടെയാ പോയേ? ഇതല്ലേ കിടക്കുന്നത്. ഹലോ. പിന്നെ ലീവ് ദ ബേസ്മെൻറ്റ്, ഹെൽപ്പ് ന്യൂട്ട് റിപ്പയർ ദ എലിവേറ്റർ. ബ്രിഞ്ചോ? ഇതല്ലേ ബ്രിഞ്ച്. ഇതിനാ എനിക്ക് തരണ? അയ്യോ സോറി. എടുത്തരട്ടെ. കൊടുക്ക്. വീണ്ടും പോയി. ഓക്കെ ഗൈസ്. അവൻ മീത്തുനിന്ന് ഇത് റിപ്പയർ ചെയ്യുന്നു. ഓക്കെ ഗൈസ്. ഇവൻ പോളിടെക്നിക്കാണ് പഠിച്ചോ? പോളിടെക്നിക്. ഓക്കെ ഗൈസ്. അപ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യണ്ടേ? എടാ ഈ പ്രേതം ഇതങ്ങ് അപ്പുറം അറ്റത്താട്ടിലുണ്ടായ ഗൈസ്. ഇതിങ്ങോട്ടെത്തി. ഇതടുത്ത് പുറത്തേക്ക് വരും തോന്നുന്നു ഗൈസ്. വന്ന് ആള് വന്ന്. ഇതെന്താ ഓയിലി? ഇതല്ലേ ഓയിലി? ഞാൻ ഇവിടെ ഒരു ഓയിൽ കണ്ടിനല്ല. എടാ പോടാ. അയ്യോ ഇതന്നെ തോന്നുന്നു ഗൈസ് ഓയിലി. എന്നാ കൊണ്ടേറ്റ് എണ്ണയാ എന്താന്ന് വെച്ചാൽ ചെയ്. മീത്തോട്ട് പോയിക്കോ. എടാ അത് കുടിച്ചാ. എടാ ഒരു തീയും കൂടി ഇട്ട് ആൾ കത്തുണ്ടാ. നീ വേറെന്താ വേണ്ടേ? ഇവന് ചാർജ് ഇല്ല കേട്ടോ. ഇവൻ പെട്രോളാണ് ഓടണേ. പെട്രോൾ എഞ്ചിൻ. മുട്ടി ഞാൻ ഇവിടെ എവിടെയല്ലോ കണ്ടേ. ഇതന്നെ. കമോൺ ഗൈസ്. മുട്ടി കൊടുക്കാം. ഓക്കെ പോടാ. കൊടുത്തില്ലായിരുന്ന. ഓക്കെ പോ. പണിയെടുത്തോ. അല്ല അടിച്ച് പൊളിച്ചോ. ഓക്കെ ഗൈസ്. ഇവൻ എഞ്ചിനീയറിംഗ് ആണ്. എലവേറ്റർ എഞ്ചിനീയർ. ഓക്കെ നീ ശരിയാക്കുമ്പോഴേക്ക് തോന്നി എന്തെങ്കിലും അപകടം പാടുണ്ടെന്ന്. മൊത്തം ഭൂമിയിലൊക്കെ കുലുങ്ങണം ഗൈസ്. ഇവിടെ ഫുള്ള് അടിച്ചു പോയി. ഇവിടെ ലിഫ്റ്റ് വന്നായിരുന്നല്ലേ. ഓക്കെ
എടാ അവനവിടെ അവൻ ലിഫ്റ്റ് ശരിയാക്കിയിട്ട് അവൻ പോയി ഗൈസ്. ഞാനിതിന് ഒറ്റക്ക് യൂസ് ദ എലിവേറ്റർ. ആ ഇവൻ എനിക്ക് പണി കിട്ടുമെന്ന് തോന്നുന്നു. അതാ കരണ്ടൊക്കെ പോലെ ഗൈസ്. ഞാനിതിൻ്റെ ഉള്ളിൽ കുടുങ്ങി ചാവും. എടാ ചെറുത് വന്നിന് ഗൈസ്. എടാ ലോഡിങ്. എടാ നമ്മളെ ബാക്കിൽ ആ കുട്ടിപ്പിശാജ് ഉണ്ട് കേട്ടോ ഗൈസ്. നെക്സ്റ്റ് ഘട്ടം ആദ്യം നമ്മൾ ക്യൂരിയോസിറ്റി അല്ലേ. ഇനി ദ ലാബോറട്ടറി ഇൻ എ സീക്രട്ട് ഗാർഡൻ വേ ഫ്രം ദ പ്രേയിങ് ഐസ് ആൻഡ് അസീലം ഇൻ കാർക്കോസ പ്രൊട്ടക്റ്റഡ് ബൈ ദ വൈസോ. ഗൈസ് എന്തൊക്കെയോ പറയണ്ട. അക്കൊന്നും തെറ്റാ. സത്യം പറയാ നമുക്കൊരു അക്ഷരം തെറ്റാ. ഓക്കെ ഗൈസ് നമ്മൾക്ക് ഇങ്ങനെ കളിച്ചിട്ട് അങ്ങോട്ട് നീങ്ങിയിട്ട് പോവാം. ആ തുടക്കം തന്നെ ഇവൻ്റെ മുഖം ഗൈസ് ഒളിഞ്ഞ് ഗൈസ്. ഫസ്റ്റ് തന്നെ ഇവൻ്റെ മുഖം ഗൈസ്. ഓക്കെ ആദ്യം ഇങ്ങോട്ട് പോവാം. ആ ഡോറ് തുറന്ന്. എടാ നമ്മളിവിടെ എന്തെങ്കിലും വെക്കണമായിരിക്കും ഗൈസ് മിക്കവാറും. ഓക്കെ കമോൺ ഗൈസ് നമുക്ക് പോവാം, മുന്നോട്ട് പോവാം. മ്യൂട്ട് ഇവിടെ തന്നെ ഉണ്ട്. നോക്കണണ്ട കള്ളപ്പന്നി തരാട്ടേക്ക്. ഓക്കെ ഗൈസ് ഇവിടെ എന്ത് ചെയ്യണ്ടേ? ഓ നിന്നെ ഇവിടെ പ്ലഗിൻ ചെയ്യണം അല്ലേ? ഓക്കെ വല്ലല്ല നീ അവിടെ നിന്നേ. ഇതെന്താ? ഓ ഇത് തുറന്ന് കിട്ടാ. ഇതെന്തോ വാക്കിങ് ചെയ്ത് സക്ക് ചെയ്തെടുക്കാൻ എന്തോ കൊണ്ടാണ് ഗൈസ്. അത് കാര്യമാക്കണ്ട. ബഫർക്ക് ഇതെന്താ കെമിസ്ട്രി ലാബോ? ഇൻവെസ്റ്റ് ചെയ്ത് ഇതാ അൽക്കമി റൂം ടേക്ക് എ ലുക്ക് അറൗണ്ട് ഗൈസ്. ഇതൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ നമ്മളോട് പറഞ്ഞേക്കണേ. ആ എടാ പൂച്ച ഗൈസ് കണ്ട പൂച്ച ഇവിടെ ഉണ്ട് കേട്ടാ. എടാ ഇവിടെ ഒരു താക്കോലുണ്ടല്ലോ. ഓ എടാ ഈ റൂമിൻ്റെ താക്കോൽ ഇതിനകത്താ. അതെങ്ങനെയാടാ? ഈ റൂം ഇത് രണ്ടല്ലോ ഒരുമിച്ചല്ലേ? അതെങ്ങനെ ഇപ്പോൾ എടുക്കുക? പിന്നെ അതിൻ്റെ ഹാൻഡിൽ അവിടെ ഒരു ഹാൻഡിൽ വേണം. ആ നീ നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ എന്താടാ ഇത്? ഫസ്റ്റ് ഒന്ന് പൂവ് കുറച്ച് എക്സ്ക്ലേറ്റർ മാർക്ക അങ്ങനെ എന്തോ ഇല്ല ഗൈസ്. പിന്നെ രണ്ടാമത് പൂവ് സ്പ്രേ ചെയ്യുമ്പോൾ ഒരു നീല സാധനം കൊള്ളും. അതിനുശേഷം മൂന്നാമത് നീലക്കുപ്പി ഈക്വൽ ടു ചുവപ്പ് കുപ്പി ഈക്വൽ ടു റോസ് കുപ്പി ഈക്വൽ ടു ചുവപ്പ് കുപ്പി ഇവിടെ ഉണ്ട്. നീല നമ്മൾക്കില്ല. നീല നമ്മൾ ഉണ്ടാക്കണം തോന്നുന്നു ഗൈസ്. ഓക്കെ ഇവിടെ എന്താ? ചുവപ്പ് പ്ലസ് നീല ഈക്വൽ ടു മാഗ്നറ്റിക് പവറാ. അതെന്താടെ? അതിനും എനിക്ക് മനസ്സിലായിട്ടില്ല ഗൈസ്. ഒന്ന് ചുറ്റി കാണട്ടെ. ഇവിടെ എന്തോ ഉണ്ടല്ലോ ഇത് എവിടത്തേക്കാണ് ഈ വലിച്ച് കൊണ്ടുപോകുന്ന എല്ലാത്തിനും. പിന്നെ ഓക്കെ ഇതെന്താ? അയ്യോ കോള് ന്യൂട്ടോ. ഗൈസ് ഞാൻ ന്യൂട്ട് ഈസ് ഓൺ ദ വേ. ഞാൻ ന്യൂട്ടിനെ വിളിച്ച് അവൻ വന്ന്. എടാ അവൻ എന്തോ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു ഇതിന്. എടാ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ സാധനം വീർത്തിരുന്ന്. ഹാർവെസ്റ്റ് ആഡ് റിയേജൻറ്റ് ടു വാട്ടോ. ഓടെ ഇതിവിടെ കൊടുക്കണം. എടാ അങ്ങനെ എടാ ഇപ്പം ഇതാ ഈ സൂര്യകാന്തി പൂവിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നീല സാധനം കിട്ടിയത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെടാ അവിടെ? അവിടുന്ന് നമുക്ക് ആ നീല സാധനം കിട്ടി. ഇനി ചോപ്പ് പ്ലസ് നീല ഈക്വൽ ടു റോസ് വെള്ളമാക്കണം. ചോപ്പ് ഓൾറെഡി ഇവിടെ ഉണ്ട്. നീല നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി ഇത് ഓപ്പൺ ആക്കണം. ആടാ അങ്ങനെ തന്നെടാ. ഇതൊക്കെ ഈ ഒന്നായി. രണ്ടാമത്തേതോ? അങ്ങനെ തന്നെ ഇതാ റോസ് വെള്ളായി. ഇതെന്തെന്ന് പറഞ്ഞത്? ചോപ്പും പ്ലസ് നീല ഈക്വൽ ടു മാഗ്നറ്റ് ആവും ഗൈസ്. മാഗ്നറ്റ്. ഇനി ഇത് മാഗ്നറ്റ് ആയിട്ട് എവിടുന്ന് വരല്? ഇത് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമോ നോക്കട്ടെ. ഇതറാ വരുന്നു. ഓക്കെ മേക്ക് എ പോഷൻ. അയ്യോ എറാ പോന്നു ഞാൻ. നീടെ ബോട്ടിൽ ആടാ ആ ബോട്ടിലേക്ക് എടുക്കണം. എന്തോ ആയി ഗൈസ്. എന്തോ വരാൻ പോകുന്നെന്നാണ് എൻ്റെ മനസ്സ് പറയണേ. എടാ പിശാച് വന്ന്. അയ്യോ ഗൈസ് ആ പിശാച് ഇവിടെ എവിടെയോ. ഇതല്ല ഇവിടെ കിടക്കുന്നു. ഇത്തിരി പേര് ഇങ്ങനെ ചിരിച്ചിട്ട് ഫീഡ് ബേബി. എടാ അവൻ്റെ മേലേക്ക് എല്ലാം പറ്റിപ്പിടിക്കണ്. അതാന്നല്ലേ ഇവിടെ പറഞ്ഞത്. ഇവിടെ നേരപ്പോ ഇവിടെ ആ സാധനം കുടിച്ചാൽ മാഗ്നറ്റിക് പവർ കിട്ടും ഗൈസ്. അല്ല പോയല്ല ഗൈസ്. അത് കുറച്ച് നേരത്തെ ഉണ്ടാവും തോന്നുന്നു. എടാ ഇത് അവിടെ ഉണ്ടായ താക്കോലല്ലേ? ഇവിടെ ഒരു താക്കോൽ ഉണ്ടായിട്ട് ഗൈസ്. അതാണ് ഇവൻ്റെ മേത്ത് ഇപ്പോൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടായേ. അത് കിട്ടിക്കൊണ്ട് നമുക്കിപ്പം അതിനിടെ എമർജൻസി അത് വേണ്ട. നമുക്കിത് തുറക്കാൻ കഴിയുന്നു. അവിടെ പൊളിച്ച് വാൾവ് അല്ല ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട്. പക്ഷെ അപ്പുറം എടാ ഇതൊക്കെ ഓരോരോ സ്ഥലത്തുണ്ടല്ലോ ഗൈസ്. ഇത് കൊണ്ടുപോയിട്ട് വെക്കട്ടെ. ഇത് ഇവിടെ ആവശ്യമുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വന്നപാട് നോക്കിയിട്ടില്ലേ? ഓക്കെ ഇനി ഇത് തിരിച്ചേ.
ഓക്കെ ഇത് തുറക്കുമായിരിക്കും അല്ലേ? ഓ ഇതായിരുന്നാ തുറന്നേ. എടാ ഇത് തുറന്ന് അപ്പുറത്തേക്ക് വരുവാ. ഇതിലേ ഇങ്ങനെ പോയാൽ അപ്പുറത്തേക്ക് വരുമായിരിക്കും അല്ലേ? എടാ ഇനി എന്താ ചെയ്യണ്ടേ? റിട്രീവ് ദ കീ. ഓ ആ കീ നമ്മൾ കണ്ടുപിടിക്കണം ഗൈസ്. ഈ കീയില്ലേ, ഈ കീ നമ്മൾ എടുക്കണം. അതിനിവിടെ എന്തോ പരിപാടി ഉണ്ട് ഗൈസ്. ഇവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. എടാ ഒരു മിനിറ്റ്, അതിനാന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നീ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നിട്ടേ. ആ നീ അതിനകത്ത് പോയേ. അങ്ങോട്ട് പോയാൽ അവൻ അതിലേ പോയിട്ട് അതിലേ വരുള്ളൂ ഗൈസ്. ആ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. ഇവനക്കില്ലേ ഈ മാഗ്നറ്റിക് പവർ കൊടുക്കാൻ, എന്നിട്ട് ഇതിനകത്തേക്ക് ഇടാൻ. അപ്പോൾ ഇവൻ അപ്പുറത്തേ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ മാഗ്നറ്റ് ഈ കീ അവൻ്റെ മേലിൽ ഒട്ടിപ്പിടിക്കുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കീ എടുക്കാമല്ലോ. ആ പൊളിച്ച് എടുക്കുക അങ്ങോട്ട് നുറക്ക്. എടാ ഇതെന്താ നുറക്കാൻ കഴിയാത്തത് ഗൈസ്? നുറക്കട്ടെ. ഓക്കെ വേം വാ കൊടുക്ക്. ഓക്കെ വാ 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 വാ. ഓക്കെ ഇവനെ അതിനടിക്ക് തോർക്ക് ഗൈസ്. എല്ലാം പറ്റിപ്പിടിക്കുന്നുണ്ട്. ആ കീ മാഗ്നറ്റിക് അല്ലെങ്കിൽ മെറ്റൽ ആണെങ്കിൽ അതിൻ്റെ അപ്പുറം ഇവൻ വരും ഗൈസ്. ആ കിട്ടി, കീ കിട്ടി. താങ്ക് യു മോനെ. ഓക്കെ എന്നെക്കൊണ്ട് ഉപകാരം ഉണ്ടെന്ന് ഇപ്പം ഒന്ന് തിരിഞ്ഞില്ലേ കുറച്ച് ഗൈസ്. ഫോളോ ദ ബ്ലാക്ക് കാറ്റോ? ഇവിടെ ബ്ലാക്ക് കാറ്റ് എവിടെയാ? എടാ ഇവിടെ പൂച്ചയില്ലത്. ഫോളോ ദ ബ്ലാക്ക് കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അതല്ലേ കിടക്കുന്നു ഗൈസ്. ഫൈൻഡ് ദ വേ അപ്പ്. ആ മുകളിലേക്ക് പോകേണ്ട വഴി കണ്ടുപിടിക്കണം ഗൈസ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ ഓൺ സ്വിച്ച്. ഈ സ്വിച്ച് നേരെ പോകുന്നത് ഇതിലേക്ക്. ആ ന്യൂട്ടെ വന്ന മോനെ. ന്യൂട്ടന് ആവശ്യമുണ്ട്. ബാ മോനെ, നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ബാ ഇത് ഇവിടെ വെച്ചേ. ഓക്കെ ഇനി എന്താ ചെയ്യല്ലേ? ഓ ഈ ഏണി ഇതെന്താ ഗൈസ്? ഈ ഏണി അവിടെ എത്തുമ്പോൾ ഇവന് ഊരിയെടുക്കണോ? ഇനി നോക്കട്ടെ. ആ പൂച്ചൻ്റെ അടുത്ത് എത്തുമ്പോൾ ഊരിയെടുക്കണം. നോക്കട്ടെ ഗൈസ്. ഓക്കെ ആ അങ്ങനെ തന്നെ ഗൈസ്. ബാ നമുക്ക് ആ വഴി പോവാം ഗൈസ്. ഈ ഡോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അതിൻ്റെ ചെയ്യും ഗൈസ്. ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ ഓ ഇവിടെ കോഡാ. സെർച്ച് ദ ഫോർ കോഡ്. ഞാൻ വിചാരിച്ച് ഇതിപ്പോൾ തുറക്കാൻ കഴിയുമെന്ന് ഗൈസ്. സെർച്ച് ഫോർ ദ ഡോർ കോഡ്. ഓക്കെ ഗൈസ് ഡോറിൻ്റെ കോഡ് കണ്ടുപിടിക്കണം ഗൈസ്. അത് കണ്ടുപിടിക്കാലോ. അതും കൂടി കണ്ടുപിടിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പറ്റി വൈൻഡപ്പ് ചെയ്യുക ഗൈസ്. ഇതെന്താ പറഞ്ഞത്? മെഴുകുതിരി ക്വസ്റ്റ്യൻ മാർക്ക്. മെഴുകുതിരി ഗൈസ്. മെഴുകുതിരിയിൽ എന്തെങ്കിലും കളിയുണ്ടായി ഇവൻ? മറ്റേ മെഴുകുതിരി എടുക്കടാ. എടാ ഇത് കോഡാണ് ഗൈസ്. എടാ ഇത് കോഡാന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഇതേ ചിഹ്നം. അയ്യോ നീ പോയിക്കോ. നീ ഒക്കെ പറഞ്ഞതല്ലേ ആൻസർ. ഓക്കെ എടാ ഇതെന്താണ് ഇങ്ങനെ? ഓക്കെ കോഡ് എങ്ങനെയായിരുന്നു? ആ ഓക്കെ ഒരു അമ്പ് കണക്കത്ത് ഇതേ ചിഹ്നം മീത്ത ഉണ്ടെങ്കിൽ ഗൈസ്. ആ മെഴുകുതിരി ഇല്ല ഇവിടുത്തെ എല്ലാം. മെഴുകുതിരി വേറെ എവിടെയാണുള്ളത് ഗൈസ്? ഇതിനകത്തുണ്ടോ? ഇല്ല. എടാ ഇതിനകത്ത് ഇല്ലടാ. അപ്പം ഇതല്ല ഗൈസ്. അതന്നെ ഉണ്ട്. ഇതാ അയ്യോ ഗൈസ്. ഇതാണ് ആ ചിഹ്നം. അപ്പം മെഴുകുതിരി ഒന്ന്. എടാ ഇവിടെ 2 അടുത്തുണ്ടല്ലോ മെഴുകുതിരി. പിന്നെ അവിടെയും ഉണ്ട് ഗൈസ്. അവിടെ ആദ്യം പോയി നോക്കാം ഗൈസ്. കമോൺ. എടാ അപ്പം മെഴുകുതിരി ഇല്ലെടുത്താണ് ഇതിൻ്റെ മറ്റേ കോഡൊക്കെ ഇരിക്കണേ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ബുക്ക് മാറ്റി വയ്ക്കേ. ആടാ കിട്ടി. രണ്ടാമത്തെ കിട്ടി. ഇങ്ങനെ ബോക്സിനുള്ളിൽ 2 വെട്ട്. കമോൺ ഗൈസ്. അത് സെറ്റാക്കാം. കമോൺ ഗൈസ്. ഇതിനപ്പുറത്ത് ഞാൻ കളി ജയിച്ചോ ഇല്ലയോ ആരറിഞ്ഞ്? അല്ല ഇതല്ല. ഓ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഗൈസ്. ഇതന്നെ. ഇനി ഈ ഏണി അപ്പുറത്തേക്ക് 2 അടുത്തേക്ക് ആക്കണം ഗൈസ്. അവിടെ 2 എടാ തല്ലണ പന്നി ഗൈസ്. അവിടെ നിന്ന് ബുക്കൊക്കെ എടുത്ത് എറിയാണ് കള്ളപ്പന്നി. കമോൺ ബാ ന്യൂട്ടെ. നിന്നെ ആവശ്യമുണ്ട്. ഓക്കെ അവിടെ കിടക്ക്. എന്നിട്ട് ഓക്കെ എടുത്തോ. ഇവിടെ ആയിട്ടല്ലേ? അവിടെ തന്നെ ഗൈസ്. എൻ്റെ കറക്റ്റ് ആ ടൈമിങ്ങിൽ ഇങ്ങനെ ഊരി എടുത്താണ്ട് ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ 2 വെട്ട്. ഓക്കെ അതിൻ്റെ ഉള്ളിൽ 2 വെട്ട്. ഇനി അപ്പുറത്തേക്കും കൂടി കണ്ടുപിടിച്ച് തന്നെ പോവാ ഗൈസ്. എടാ അവിടുത്തെ ഓർമ്മയുണ്ടല്ലോ. മറ്റേ ഇങ്ങനത്തെ ഉള്ളിൽ അങ്ങനത്തെ 2 വെട്ട്. ഓക്കെ ഇനി ഇവിടെ എന്താ ഉള്ളത്? ഓ റൗണ്ടിൻ്റെ ഉള്ളിൽ ബോക്സ്. ഓക്കെ ഗൈസ് സെറ്റ്. ഇനി ഈ ഏണി അവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ആ ഡോർ തുറക്കാം ഗൈസ്. അതിനപ്പുറം എന്താ നോക്കണ്ടേ ഗൈസ്? കമോൺ. എടാ ന്യൂട്ട് എവിടെയാ? അയ്യോ ന്യൂട്ട് എവിടെ പോയി? ന്യൂട്ടില്ലാതെ കളി നടക്കൂല. ന്യൂട്ട് എവിടെ പോയിടാ? ഓ ഇതല്ലേ ഇവിടെ. എടാ ചെറുക്ക
നീ എൻ്റെ ന്യൂട്ടിനെ തല്ലുന്ന നിനക്കൊരു പണി ഞാൻ തരൂടാ തരാം ഗൈസ്. ന്യൂട്ടിനെ ഇവിടെ പ്ലഗ് ഇൻ ചെയ്യും. കമോൺ ഗൈസ്. എടാ ഇത് ഓർമ്മയുണ്ടല്ല, ചിഹ്നം ഓർമ്മയുണ്ടല്ല. ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഇതും ഒന്ന് റൗണ്ടിൻ്റെ ഉള്ളിൽ ബോക്സും. ഓക്കെ ഗൈസ്, ഒന്ന് അതിൻ്റെ ഉള്ളിൽ അത് തന്നെ, പിന്നെ റൗണ്ടിൻ്റെ ഉള്ളിൽ ബോക്സ്. തുറന്ന് ഗൈസ്, തുറന്ന്. കമോൺ ഗൈസ്, തുറന്ന്. എടാ ഫെബ്രുവരി 27 ലോഗ് ഗൈസ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഓ ഇത് ഓപ്പൺ ചെയ്യണം. എടാ ഇതിൻ്റെ താഴേക്ക് ഇനി നമ്മൾ കീയണോ? നോക്കട്ടെ ഗൈസ്. ആടാ താഴേക്കാണ് എനിക്ക് എൻ്റെ പൊന്നെ പേടിപ്പിക്കണം പന്നി. എടാ നമ്മൾ എവിടെയോ തലയും കുത്തി താഴേക്ക് വീണ് ഗൈസ്. എടാ ഇനി ഇവിടെ എന്താ ചെയ്യണ്ടേ ഗൈസ്? ഡിസ്കവർ ദ സീക്രട്ട് ഓഫ് ഫോട്ടോഗ്രാഫി. എടാ ഇവിടുന്ന് ഇനി നമ്മൾ ഫോട്ടോ എടുക്കണം ഗൈസ്. എവിടെ ഇനി ഫോട്ടോൻ്റെ കളിയാന്ന് തോന്നുന്നു ഗൈസ്. ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ കഴിയോ? എടാ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. ഫിലിം അത് മറ്റേ ഫിലിമല്ലേ ഗൈസ്? ഇതിനിടണോ? ഇല്ല ഗൈസ്. ഐ സീം ദ ഓപ്പൺ ദ അറ്റ് ഫ്രണ്ടോ? ഇവിടെ തുറക്കണോ? ഓക്കെ ഗൈസ്, ഇവിടെ ഇങ്ങനെ ഇനി ഫോട്ടോ എടുക്കണം നമ്മൾ. നോ ഫിലിം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. അത്യാവശ്യം നല്ല ലോങ് ആയി. അപ്പം ഇതിൻ്റെ ബാക്കിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം 2ഉം 1ഉം ആക്ട് 1ഉം 2ഉം കാണാത്തവർക്ക് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഗൈസ്, പോയിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടായി. ഞാൻ അതിൽ നാളെ ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ, അപ്പം എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബായ്.